നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വെജ് പുലാവാണ്. അതിന് ഞാൻ ഒരു സവോള, ഒരു ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു 5 ബീൻസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയാണ് ഇപ്പം ഞാൻ എടുക്കുന്നത്. പിന്നെ വഴിയേ പറയാം. റൈസ് എടുത്തേക്കുന്നത് ജീരകശാലയാണ്. സോ ഞാനിതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിനാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അളവ്. അപ്പം അളവെടുക്കണം, എന്നാലേ നമുക്ക് അതിനനുസൃതമായിട്ടുള്ള വെള്ളവും കൂടെ ഇതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ബാക്കി നമ്മൾ എടുത്തിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ക്യൂബ്സായിട്ടും സവോള നമ്മൾ നീളത്തിലും അരിഞ്ഞിട്ട് വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കർ എടുക്കുക, 2 സ്പൂൺ നെയ്യ് ഒഴിക്കുക. നല്ലപോലെ ഉരുക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള സാധനങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മുടെ സവോള മാത്രം അതിലേക്കിട്ട് നന്നായിട്ട് ഒരുപാട് ഫ്രൈ ആവാൻ നിൽക്കരുത്, എന്നാലും നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് അതിനകത്തേക്ക് ഇടുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ ജീരകശാല, നമ്മുടെ സ്വന്തം ജീരകശാല അതിനകത്തേക്ക് ഖടാന്ന് തട്ടിമറിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. അതൊന്ന് ചെറിയ രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഫ്രൈ എന്ന് വെച്ചാൽ ഓവറായിട്ട് കുക്കാക്കണ്ട, ചെറിയ രീതിയിൽ അതിൻ്റെ ഒരു വെള്ള നനവൊന്ന് ഇച്ചിരി പോകുന്നിടം വരെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഈ സാധനത്തിന് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് വണ്ട് ചെയ്തതിന് ശേഷം എന്നിട്ട് നമ്മൾ ആ 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഈ കുക്കറിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം കുക്കർ ഇതുപോലെ മൂടി അങ്ങോട്ട് വെക്കുക. പിന്നെ നമ്മൾ വിസിലിനായിട്ട് വെയിറ്റ് ചെയ്യുക. വിസിൽ വരുന്നു. വിസിൽ ഒരൊറ്റ വിസിൽ അത് മതി. അത് കഴിഞ്ഞിട്ട് ആ വിസിൽ കാക്കാനൊന്നും നിൽക്കണ്ട, അതിന് മുന്നേ നമ്മൾ വിസിൽ മാറ്റിയിട്ട് ഓപ്പൺ ചെയ്യണം. കുറേ നേരം വെച്ച് തന്നെ ഓവറായിട്ട് വെന്തോ. ഇത് കണ്ടോ, അടിയിലൊന്നും കരിഞ്ഞിട്ടുമില്ല, നല്ല നൈസായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, എന്നാൽ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെജ് പുലാവ്, സ്വീറ്റ് യമ്മി വെജ് പുലാവ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിക്കൊത്ത് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ വെജ് പുലാവിൻ്റെ കൂടെ ഏറ്റവും വലിയ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന സലാഡാണ്. സലാഡിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്ന കുക്കുംബറും ക്യാരറ്റും സവോളയും പിന്നെ തൈരും ഉപ്പും ഇതും കൂടെ ചേർത്തിട്ടുള്ള ഈ സലാഡ് ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അച്ചാറോ ഇതിൻ്റെ വേറൊരു കറിയുടെ ആവശ്യമില്ല. ഇത് തന്നെ ഭയങ്കര ടേസ്റ്റി, ഹെൽത്തിയുമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. ചൂടോടെ വെജ് പുലാവും നമ്മുടെ ഈ സലാഡ് കോംബോയും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഞാൻ ഒരു ശകലം ഉപ്പേ നമ്മൾ ഇതിനകത്ത് സലാഡിനകത്ത് കൊടുക്കാവുള്ളൂ. കുറച്ച് ഓൾറെഡി നമ്മുടെ വെജ് പുലാവിനകത്ത് നോർമലി നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്. സോ ഇത് രണ്ടും കൂടെ ഈക്വൽ ആവുന്ന രീതിയിൽ തന്നെ വേണം നമുക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഞാനിത് 2-3 പ്രാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. വീട്ടിലും നമ്മൾ നോർമലി ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ആണേ, മറക്കല്ലേ. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ ഫൈനൽ വെജ് പുലാവിൻ്റെ ലുക്ക്. കുറച്ച് ഗാർണിഷൊക്കെ വെച്ച് ചുമ്മാ ഭംഗിയൊക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൂപ്പറാണ്. അപ്പോൾ ലാസ്റ്റ് ഞാനും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്, 1 സ്പൂൺ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ, സൂപ്പറാണ് ഗായ്സ്.